മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനോട് ചോദിക്കിനെ എവിടേക്ക് പോകാൻ ആഗ്രഹം? ഈ പാലായിൽ നിൽക്കാൻ തന്നെ എനിക്ക് ആഗ്രഹമില്ല എന്നപ്പോൾ അത്രയ്ക്കും വെറുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് മനു. വെറുത്തിട്ടല്ല മനു ഏട്ടാ, എനിക്ക് പേടിയെന്നറിയും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്കിളിനോട് പറഞ്ഞിട്ട് ടെക്സ്റ്റൈൽസിലോ ജ്വല്ലറിയിലോ എങ്ങാനും ഒരു ജോലി സംഘടിപ്പിച്ചാലോ? അയ്യോ, അതൊട്ടും വേണ്ട. കാരണം ടെക്സ്റ്റൈൽസിൽ പോയാൽ അവിടുത്തെ തുണിയൊക്കെയാവും ഞാൻ ഇടണേന്ന് പറയും. ജ്വല്ലറിയിൽ പോയാൽ അവിടുത്തെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഞാൻ മോഷ്ടിച്ചു എന്ന് പറയും. അപ്പോൾ മനു ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ അലീന പറയും, എന്നെ പരിഹസിക്കുകയാണല്ലേ എന്ന് ചോദിക്കും. ഏയ്, ഞാൻ വെറുതെ തമാശയ്ക്ക് പാടിയതാടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം. അലീന വിഷമിക്കാണ്ടിരിക്കണം കേട്ടോ എന്ന് പറയും. ശരി മനു ഏട്ടാ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസാമ്മയൊക്കെ ഇരുന്ന് TV കാണുന്നു. ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ച് നല്ലൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ അവരെ കാണിക്കുന്നത്. ആ സമയത്ത് ഗ്രേസാമ്മയുടെ ഫോൺ ബെല്ലടിക്കും. അലീന ചേച്ചി എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട് രേവതിക്കുട്ടി. അതിനുശേഷം എന്താ എന്തൊക്കെയാണ് മോളെ എന്ന് ചോദിക്കും. പണികളെല്ലാം കഴിഞ്ഞോ? ആ, പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ TV കണ്ടിരിക്കുന്നു ചേച്ചി എന്ന് പറയും. ചേച്ചി അവിടെ എന്നാ ചെയ്യാന്നറിയും. ഞാനിവിടെ ഒന്നും ചെയ്യണില്ല മോളെ, ഞാനൊരു കാര്യം പറയാൻ നിന്നെ വിളിച്ചതെന്ന് പറയും. എന്താ ചേച്ചി എന്ന് ചോദിക്കും. ഞാനിവിടുന്ന് പോവുകയാണെന്ന് പറയും. പോണോ? എങ്ങോട്ട്? അത് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അവിടുന്ന് പോകണം. ഇവിടുന്ന് പോകണം എന്ന് പറയും. എന്നോട് ഇവിടുന്ന് പോകണം എന്നാണ് പറയുന്നത്. സ്വയം ഒഴിഞ്ഞു പോകാനാണ് മാഡം പറയുന്നത്. എന്നിട്ട് ഞാനൊരാഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ട് എൻ്റെ മുറിവൊക്കെ ഒന്ന് ഉണങ്ങാൻ. പക്ഷെ അത്രയും ദിവസമൊന്നും ഞാൻ നിൽക്കുന്നില്ല മോളെ. പറ്റുമെങ്കിൽ നാളെ തന്നെ പോകണം. ചേച്ചി പുറത്തേക്ക് ഒന്നും പോകണ്ട. ചേച്ചി ഇങ്ങോട്ട് വായോ, ഞങ്ങൾ കാറും കൊണ്ട് അങ്ങോട്ട് വരാം. ചേച്ചിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി മാമച്ചായനും ഗ്രേസാമാൻ്റെയും ശരിയാക്കി തരുമെന്ന് പറയും. അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ മോളെ? ഒരു ബുദ്ധിമുട്ടുമില്ല ചേച്ചി. പിന്നെ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങണേക്കാളും മുന്നേ ആ മൂശാട്ടോട് 2 വർത്താനം പറയണോട്ടാന്ന് പറയും. എന്തിനും മോളെ എന്ന് ചോദിക്കും. പറയണം, 22 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ പ്രസവിച്ച് തള്ളിക്കളഞ്ഞ ഉപേക്ഷിച്ച കുഞ്ഞിന് ഞാൻ സ്വന്തം അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ ഒരു ദിവസം താമസിക്കാനും സ്നേഹത്തോടെ നിൽക്കാനും വേണ്ടി കാണാനും ഓടിക്കഴിച്ച് വന്ന് എന്നോട് ചെയ്ത ക്രൂരതകളൊക്കെ ഇങ്ങനെയല്ലേന്നും പറഞ്ഞിട്ട് വേണം ചേച്ചി പോരാനെന്നിങ്ങനെ പറഞ്ഞ് രേവതിക്കുട്ടി ഇങ്ങനെ രോഷം കൊള്ളണം. വേണ്ട മോളെ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഞാൻ അവരെ ഒരു തരത്തിലും വിഷമിപ്പിക്കില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ലല്ലോ ഇവിടേക്ക് വന്നത്. ഒന്ന് കാണണമെന്ന് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ സ്നേഹമില്ല എന്ന് പറയുന്നില്ല. ഏറ്റവും അധികം മാറ്റി നിർത്തുമെന്ന് വിചാരിച്ചിരുന്ന ബാലചന്ദ്രൻ സാറ് എന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്. പിന്നെ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പോലെ കൃഷ്ണമോൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. മുത്തശ്ശി എന്നെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ മനുവേട്ടനും. അതുപോലെ മോളെ, അതുകൊണ്ട് മനുവേട്ടനോടും ബാലേന്ദ്ര സാറിനോടും വിവരം പറഞ്ഞിട്ട് വേണം പോകാൻ. അവരെ മനസ്സ് വിഷമിപ്പിക്കരുതല്ലോ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. രേവതിക്കുട്ടി വല്ലാത്ത വിഷമത്തിൽ അവിടെ നിൽക്കും. ഗ്രേസാമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ രേവതിക്കുട്ടി, അലീന എന്ത് പറഞ്ഞ്? അലീനയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ലേ എന്ന് പറയും. ഇല്ല, ചേച്ചി അവിടെ നിന്ന് പോകണമെന്ന് പറയുന്നേ. എങ്ങോട്ട്? അതൊന്നും പറഞ്ഞില്ല. അവളോട് ഇങ്ങോട്ട് വരാൻ പറയും, നമുക്ക് വേറെ ജോലി ശരിയാക്കി കൊടുക്കാമല്ലോ. അതെ, ചേച്ചിക്ക് ആ വീട്ടിൽ നിന്ന് പോരാൻ ഭയങ്കര വിഷമം. ഇത്രയധികം ദ്രോഹിച്ചിട്ടും ചേച്ചി എന്തിനാ അവിടെ നിൽക്കണേ? അതെന്തിനാന്ന് പറയും. അതിലൊരു കാര്യമുണ്ട് ഗ്രേസാമ്മ എന്ന് പറയും. അതെന്താ? ഇനിയുണ്ടോ രഹസ്യങ്ങൾ? ആ, അതിലിനി ഒരു രഹസ്യം ഉണ്ടെന്ന് പറയും. എന്നാൽ പറയും കേൾക്കട്ടെ എന്ന് പറയും. ഞാനത് പറഞ്ഞാൽ ആൻറ്റി വിശ്വസിക്കില്ല എന്ന് പറയും. വിശ്വസിക്കില്ല എന്നോ? നീ പറയേ, എന്നിട്ടല്ലേ വിശ്വസിക്കില്ലേ എന്ന് പറയാൻ. അതെ, ആ വൈജയന്തി മേഡം ഇല്ലേ, ആ അലീനനെ ഏറ്റവും കൂടുതൽ എണ്ണയിലിട്ട് വറക്കുന്നോളല്ലേ? ആ അതെ, അവർ ചേച്ചിയുടെ സ്വന്തം അമ്മേനെന്ന് പറയും. രേവതിക്കുട്ടി, നീ എന്തൊക്കെയാണ് പറയണേന്ന് അറിയാം? നിനക്ക് വല്ല ബോധമുണ്ടാ എന്താ പറഞ്ഞു വരുന്നേന്ന്? ആ കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന്. സത്യമാണ് അത്, അത് സത്യമാണെന്ന് പറയും. വീണ്ടും പറയുന്നത്, നീ എന്താ മോളെ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കഥകളൊക്കെ പറയുന്നുണ്ട്. അതെ, ചേച്ചീനെ മനഃപൂർവ്വം അവിടെ കൊണ്ടാക്കിയതാണ്, ഞങ്ങളുടെ മമ്മി മരിക്കുന്നേക്കാൾ മുന്നേ, വേറൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി പോവും. ഗ്രേസാമ്മയാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണ്. എന്നിട്ടിങ്ങനെ ഒരു കാറ്റ് പോയ ബലൂൺ പോലെ മാമച്ചായൻ്റെ റൂമിലേക്ക് ചെല്ലണ്. നീ എവിടെയായിരുന്നു? കുറേ നേരം ആയല്ലോ അവിടെ നിന്ന് പോന്നിട്ട്. ഞാൻ രേവതിക്കുട്ടിയായിട്ട് സംസാരിക്കുമായിരുന്നു. കുറേ നേരം ആയല്ലോ, ഇതെന്ത് സംസാരിക്കണേന്ന് ചോദിക്കും. അലീനയുടെ കാര്യം പറഞ്ഞതെന്നറിയും. അലീനയുടെ കാര്യമോ? എന്ത് കാര്യം? അലീന ആ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന്. അതെന്താണെന്നറിയും. അവിടെ ഭയങ്കര അവൾക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉപദ്രവമാണെന്ന് പറയും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറയും. അതെന്ത് കാര്യമെന്ന് ചോദിക്കും. ആ വൈജയന്തി ഇല്ലേ,
ഇവള് പറയുന്ന മേഡം, രേവതിക്കുട്ടി പറയുന്ന മേഡം. ആ അതല്ലേ അലീനയുടെ ഏറ്റവും വലിയ ശത്രു. അതവളുടെ സ്വന്തം അമ്മയാണെന്ന്. നീ ഒന്ന് പോ ഗ്രേസ, എന്തൊക്കെയാണ് നീ പറയണേന്ന് നിനക്ക് വല്ല ബോധമുണ്ട? രേവതിക്കുട്ടി നിന്നെ പറ്റിക്കാൻ പറഞ്ഞതാവും. അല്ല മാമച്ചായ, സത്യമാണ്. എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. രേവതിക്കുട്ടീനെ ഇവർ കൊണ്ടുവന്നതും ചിന്നുമോളുടെ കാര്യവും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നു. ക്കുന്നതിന് മുന്നേ ബ്രിജിത്ത മാമി കൊണ്ടാക്കിയതെന്ന് അതിന് മുന്നേ മുത്തശ്ശൻ വന്ന് അനുഗ്രഹിച്ച് മനുവും ബാലചന്ദ്രനും വന്ന് കൊണ്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും, പിന്നെ അവിടെ ചെന്നിട്ട് കൈതയ്ക്കൽ മാളിക വീട്ടിൽ ചെന്നിട്ട് അലീന അനുഭവിച്ച ദുരിതങ്ങളും, തിരിച്ച് ബാലചന്ദ്രൻ്റെ വീട്ടിൽ വന്നപ്പോൾ വൈജയന്തി കൊടുത്ത ക്രൂരപീഡനങ്ങളും എല്ലാം പറയുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ മാമച്ചായൻ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അലീനോട് അവർക്കിട്ടൊരു പണി കൊടുക്കാൻ നമുക്ക് പറഞ്ഞാലോ എന്ന് പറയും. എന്ത് പണി? അതിനൊക്കെ ഒരു വഴിയുണ്ട് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്ന രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.